എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു അടിപൊളി കപ്പ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫ്രണ്ട്സ്, 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ശേഷം നമ്മൾ നന്നായി കഴുകിയെടുത്ത ബീഫാണിത്. ഇതിലേക്കൊരു വലിയ ഉള്ളി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത്, അല്പം ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 6 വിസിലടിക്കുക. അപ്പോഴേക്കും ഇതാ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടോ. അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കപ്പ പുഴുങ്ങിയെടുത്തത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായി തേങ്ങ ചിരവിയതിൽ കുറച്ച് വലിയ ജീരകവും ചെറിയുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം വെള്ളവും കൂടി ചേർക്കണം. പുഴുക്ക് അല്പം ലൂസ് പരുവത്തിലാണ് വേണ്ടത്. അപ്പോഴേക്കും കപ്പ ബിരിയാണി ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനേ ഉള്ളൂ. ഇത് തീ സിമ്മിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കപ്പ ബിരിയാണിയാണ് ഇത്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവും കൂടി വന്നാൽ കപ്പ ബിരിയാണി റെഡി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ബൈ.